കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നും നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തെ നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം. നമ്മുടെ കർത്താവിൻ്റെ കൂടെയുള്ള വാസം നമുക്ക് ഹല്ലേലൂയ വളരെയധികം സന്തോഷമാണ്. ആ കർത്താവല്ലാതെ നമുക്ക് ആശ്രയിപ്പാൻ ആരുമില്ല. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഒന്നും കണ്ടിട്ടല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം, എന്നാൽ ആ ജീവിതത്തിലെല്ലാം അതേ വിശ്വാസത്താൽ നമ്മൾ ചുവട് വെക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. അതെ, ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഒരു ദൈവകൃപയോടെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. അപ്പോൾ തന്നെ സ്തോത്രം, നമ്മളെ ആര് വെറുത്താലും അതെ ഹല്ലേലൂയ, പ്രസവിച്ച തള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ, കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബന്ധം ചെയ്ത അനേകര് നമ്മുടെ കൂടെ കാണാം. ഹല്ലേലൂയ, എന്നാൽ അവരൊന്നും ഹല്ലേലൂയ അവസാനം പറഞ്ഞ വാക്കല്ലാതെ അവരുടെ സാന്നിധ്യം പോലും നമുക്ക് ഒരിക്കലും കാണുകയില്ല. എന്നാൽ ഹല്ലേലൂയ, അതാ ഞാൻ പറഞ്ഞത്, പ്രസവിച്ച തള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ലെന്ന്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് കണ്ട് നമ്മളെ സ്നേഹിച്ചവർ, നമ്മുടെ കൂടെ കാണും എന്ന് പറഞ്ഞവർ എത്രയോ പേര് നമ്മളെ കളഞ്ഞിട്ട് പോയപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ കർത്താവ് മാത്രം. ആ കർത്താവിനോട് കൂടെ നമുക്ക് വസിക്കാം. ആ കർത്താവിനോട് കൂടെയുള്ള വാസം എന്ത് ആനന്ദമാണെന്ന് ഉള്ളൊരു പാട്ടാണ് ഇന്ന് പാടുന്നത്. ഹല്ലേലൂയ, ഒരു പഴയ പാട്ട്, എന്താനന്ദം എനിക്ക് എന്താനന്ദം. ആ പാട്ട് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എന്താനന്ദം എനിക്കെന്താനന്ദം, എൻ്റെ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിലും സാന്ത്വനം തരും ശുഭം. എന്താനന്ദം എനിക്കെന്താനന്ദം, എൻ്റെ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസക്കാൽ ചുവടിലത്രേ. തന്നിടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാത്ത വണ്ണം. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയെല്ലാം സാധ്യം. എന്താനന്ദം എനിക്കെന്താനന്ദം, എൻ്റെ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. ആരു വെറുത്താലും ആരു ചെറുത്താലും കാര്യമില്ലെന്നുള്ളം ചൊല്ലുന്നു. കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബന്ധം ചെയ്തോ. കൂട്ടത്തോടെ വിട്ടുപോയെന്നാലും കൂട്ടായി യേശു എനിക്കുള്ളതാൽ എന്താനന്ദം എനിക്കെന്താനന്ദം, എൻ്റെ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. ആരു സഹായിക്കും ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിൻ്റെ മാർവിൽ. എത്തും സഹായമത്യത്ഭുതമാം വിധം തൊട്ടു സുഖപ്പെടുത്തും. എന്താനന്ദം എനിക്കെന്താനന്ദം, എൻ്റെ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. ക്രിസ്തീയ ജീവിതമാഹാത്മ്യം കണ്ടവർ ക്രിസ്തനെ വിട്ടുപോയിടുമോ? സുസ്ഥിരമല്ലാത്ത ലോക സ്നേഹത്തിനാൽ വ്യർത്ഥരായി തീരുന്നതെന്തിനായി? കർത്തനാമേശുവോടൊത്തു നടക്കുക നിത്യാനന്ദം ലഭ്യമേ. എന്താനന്ദം എനിക്കെന്താനന്ദം, എൻ്റെ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം
അതു മനോഹരം എന്തു സന്തോഷമാകുതു ജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിലും സാന്ത്വനം തരും ശുഭമെന്താനന്ദം, എനിക്കെന്താനന്ദം എൻ്റെ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാകുതു ജീവിതം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇന്ന് ഇതിനകത്തെ ശരിക്കും ചിന്താവിഷയത്തിൽ ദുഷ്ടദാസനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഈ വചനത്തിനകത്ത് ദുഷ്ടദാസൻ ആരാണെന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നമുക്ക് വാക്യം വായിക്കാം. 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തൽസമയത്തെ ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കിവെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനൻ ആക്കി വയ്ക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരോടുകൂടി നിന്ന് കുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവന് കപടഭക്തിക്കാരോടുകൂടെ പങ്ക് കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഹല്ലേലൂയ. സ്തോത്രം. സർവ്വസാധാരണയായി നാം കണ്ടുവരുന്ന വിചിത്രമായ ഒരു സവിശേഷത ഒട്ടുമിക്കവരും തങ്ങളുടെ തലയ്ക്ക് മീതെ തൂങ്ങിയാടുന്ന ആപത്തിനെ അവഗണിച്ച് ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ ദൗർഭാഗ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യേണ്ടതിന് ഒട്ടുമിക്കവർക്കും താല്പര്യം ഇല്ലാത്തതാണ്. ഇത്തരത്തിൽപ്പെട്ട നിരവധി കഥകൾ നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. സെൻറ്റ് ഹെലൻസ് പർവ്വതത്തിന് സമീപം താമസിച്ച ഒരു മാന്യ വ്യക്തി തൻ്റെ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് ഒരു കുന്നുണ്ട്. ആ കുന്നിൽ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുമെന്ന് നിരന്തര മുന്നറിയിപ്പുകൾ നൽകപ്പെട്ടിരുന്നു. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അദ്ദേഹം അവിടെ തന്നെ സ്ഥിരതാമസം ഉറപ്പിച്ചു. അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ അദ്ദേഹം തയ്യാറായില്ല. എന്നാൽ ഒരു ദിവസം ആ പർവ്വതം പൊട്ടിച്ചിതറി. അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലം മണ്ണും കല്ലും ചെളിയും ചാരവും നിറഞ്ഞ ഒരു കൂമ്പാരമായി മാറി. ചൂട് ലാവാപ്രവാഹത്തിൽ അയാൾ വെന്തുരുകി. സമാനമായ നിരവധി കഥകൾ നാം സാധാരണയായി കേൾക്കാറുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന പല സ്ഥാപനങ്ങളിലെയും ക്രമക്കേടുകൾ മൂലം വലിയ ദുരന്തത്തിലേർപ്പെട്ടവരെയും പറ്റിയും നാം കേട്ടിട്ടുണ്ട്. അവർ വളരെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു, കടമെടുക്കുന്നു, ഒരിക്കലും കുടിശ്ശിക വരുത്താതെ കൊടുക്കേണ്ടതായ കൃത്യസമയത്ത് തന്നെ തിരിച്ചടയ്ക്കാം എന്നവർ കരുതുന്നു. കാര്യങ്ങൾ യഥാസമയത്ത് ശരിയായി തന്നെ നടക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. എന്നാൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അവർ മറ്റു പോംവഴികൾ നോക്കുന്നു. പ്രതിസന്ധികളൊക്കെ വളരെ വേഗം അതിജീവിക്കാനാകും എന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. മറ്റു ചിലർ ഈ മുന്നറിയിപ്പുകളൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് കരുതുന്നു. ഇത്തരം വിചാരങ്ങൾ വെച്ച് പുലർത്തുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഭൂമുഖത്ത് ഉണ്ടെന്ന് കർത്താവിനറിയാം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് 1, 2, 3, 4 5 മുന്നറിയിപ്പുകളാണ് നമ്മുടെ കർത്താവ് നൽകിയത്. സർവരും അവിടുത്തെ വീണ്ടും വരവിന് സന്നദ്ധരായിരിക്കണം. അത് അന്തിമവും നിത്യവുമായ ന്യായവിധിക്ക് മുൻകുറിയാണ്. ഈ 5 മുന്നറിയിപ്പും നമുക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24, 25 എന്നീ അധ്യായങ്ങളിൽ കാണാവുന്നതാണ്. നാം സ്വീകരിക്കേണ്ട തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച് ഒലിവുമല പ്രഭാഷണത്തിൽ 3ാമത്തെ പ്രബോധനം അല്ലെങ്കിൽ മുന്നറിയിപ്പ് അവിടുന്ന് നൽകുന്നത് 2 വീട്ടുവേലക്കാരുടെ കഥയിലൂടെയാണ്. അതിൽ ഒരാൾ വിശ്വസ്തൻ, അപരൻ ദുഷ്ടൻ.
ഇതിന് തൊട്ടു മുമ്പായി കർത്താവ് പറഞ്ഞ മോഷ്ടാവിൻ്റെ കഥയിൽ നിന്നും തികച്ചു വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണിത്. ഒരു കള്ളൻ രാത്രിയുടെ മറവിൽ കടന്നു വന്ന് ജാഗ്രത പുലർത്താത്ത ഗൃഹനാഥനെ കൊള്ളയടിക്കുന്നു. കർത്താവ് നാം പ്രതീക്ഷിക്കുന്നതിനു മുൻപ് പ്രത്യക്ഷമാകുകയാണെങ്കിലും നാം ഒരുങ്ങാതിരിക്കുന്നതാണ് ഇവിടുത്തെ വിഷയം. എന്നാൽ രണ്ട് വേലക്കാരുടെ കഥ തികച്ചും വിഭിന്നമാണ്. ഒരുവൻ കരുതുന്നത് തൻ്റെ യജമാനൻ മടങ്ങി വരാൻ താമസിക്കുന്നതിനാൽ അദ്ദേഹം ഇനി ഒരിക്കലും മടങ്ങി വരികയില്ലെന്നാണ്. മുകളിൽ പറഞ്ഞ രണ്ട് ധാരണകളും ആപത്കരങ്ങളായ പ്രത്യാഘാതങ്ങളാണ് വരുത്തിവെക്കുന്നത്. ഇത് സത്യത്തിൽ നിത്യത മുഴുവൻ നാം അനുഭവിക്കേണ്ടതായും വരുന്നു. ചിലർ ചിന്തിക്കുന്നത് ഇപ്രകാരമാണ് എന്ന് കരുതുക: യേശുക്രിസ്തു വേഗത്തിൽ മടങ്ങി വരുന്നില്ലെങ്കിൽ എനിക്കിനി ജീവിതത്തിൽ ധാരാളം സമയം അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്നുമായി നിരപ്പ് പ്രാപിക്കാൻ എനിക്ക് ഇനിയും സമയം ലഭിക്കുന്നതാണ്. എന്നാൽ അവിടുത്തെ മടങ്ങിവരവ് ഈ വ്യക്തി കരുതുന്നതിലും മുമ്പാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുങ്ങുവാൻ മതിയായ അവസരം ലഭിക്കുകയില്ല. ചിലർ മറ്റൊരു തരത്തിൽ ചിന്തിക്കാം. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെ പറ്റി ആളുകൾ കുറച്ചു കാലമായി സംസാരിക്കുന്നുണ്ട്, എന്നാൽ അത് ഇതുവരെ നടന്നില്ല. ഇനി അടുത്ത കാലത്തൊന്നും നടക്കാനുള്ള സാധ്യതയുമില്ല. ദൈവവുമായി ഊഷ്മളമായൊരു ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള നല്ല ഒരു അവസരം അദ്ദേഹം പാഴാക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് മനോഭാവങ്ങളുടെയും അനന്തര ഫലങ്ങൾ ഒന്നു തന്നെയാണ്. ഇരുവരും കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയിട്ടില്ല. അതാണ് യേശുക്രിസ്തു മത്തായി എഴുതിയ സുവിശേഷം 24, 25 എന്നീ അധ്യായങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇത് നിത്യതയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഇത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അർഹിക്കുന്നത് നിത്യജീവനോ നിത്യമരണമോ? ഈ രണ്ട് സേവകരുടെ കഥ പറയുന്നതിൽ കൂടി ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നതായിരുന്നു. അന്ന് ഒട്ടുമിക്ക വീടുകളിലും ഇത്തരം ജോലിക്കാർ ഉണ്ടായിരുന്നു. അവർ സത്യസന്ധരും വിശ്വസ്തരും കാര്യക്ഷമതയും ഉള്ളവരാണെങ്കിൽ അവർക്ക് ആ വീട്ടിലെ വിവിധ കാര്യങ്ങൾ നടത്തുന്നതിനുള്ള അധികാരവും ഉത്തരവാദിത്വങ്ങളും ലഭിച്ചിരുന്നു. അവരുടെ പദവി സാധാരണ വീട്ടു ജോലിക്കാരിൽ നിന്നും ഉയർന്ന തലത്തിലായിരിക്കും. ചിലപ്പോൾ അത് ഒരു കാര്യസ്ഥൻ്റെ സ്ഥാനമായിരിക്കും. അപ്പോൾ അയാൾക്ക് ഭവനത്തിലെ പണമിടപാടുകൾ നടത്തുവാനും മറ്റു ജോലിക്കാരെ നിയന്ത്രിക്കുവാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അയാളുടെ സ്ഥാനം അപ്പോൾ കുടുംബത്തിലെ ഒരു അംഗത്തിന് തുല്യമായി തീരുന്നു. അപ്പോൾ കുടുംബത്തിലെ നാനാവിധ കാര്യങ്ങളിലും അയാൾ സജീവ ശ്രദ്ധ കൊടുക്കുന്നു. യേശുക്രിസ്തു പ്രസ്താവിച്ച ഈ കഥയിൽ പ്രത്യേകമായി ഊന്നൽ കൊടുത്തിരിക്കുന്ന കാര്യം എല്ലാവരും ദൈവത്തിൻ്റെ സേവകർ ആണെന്നും അവരെല്ലാവരും തങ്ങളുടെ പ്രവർത്തകരാണെന്നുമുള്ളതാണ്. നമ്മുടെ ഈ ജീവിതം തന്നെ ദൈവകൃപാപൂർവം അനുവദിച്ച് നൽകുന്ന ഉത്തരവാദിത്വവും കാര്യസ്ഥതയുമാണല്ലോ. ആ കാര്യസ്ഥതയിൽ ജീവനം, സമയം, സ്വാഭാവിക കഴിവുകൾ, ധനം, അവസരങ്ങൾ, വസ്തുവകൾ ഇവയെല്ലാം ഉൾപ്പെടുന്നു. ഇതെല്ലാം ദൈവം പരിപാലന വസ്തുക്കളായിട്ടാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിനാൽ ഓരോ വ്യക്തിക്കും തങ്ങളുടെ കാര്യസ്ഥതയിലുള്ള സകല വസ്തുക്കളുടെയും വരവ് ചിലവ് കണക്ക് യജമാനന്റെ മുമ്പാകെ ഹാജരാക്കുവാൻ ബാധ്യസ്ഥരാണ്. ദൈവിക സത്യത്തിൻ്റെ സത്ത ഉൾക്കൊള്ളുവാനും അതിനനുസൃതമായി ജീവിതം ക്രമീകരിക്കുവാനും ചില ആളുകൾ വളരെ ശ്രദ്ധ നൽകാറുണ്ട്. ചിലർ ഇതൊക്കെ പാടെ അവഗണിക്കും. തങ്ങൾക്ക് ലഭിച്ച ഭൗതിക ജീവിതവും നന്മകളും ഒരു താൽക്കാലിക സംവിധാനമാണെന്ന് കരുതി ലഭിച്ച അവസരങ്ങൾ ശരിയായി വിനിയോഗിക്കുന്നവർ നിത്യജീവന് അർഹത നേടും. എന്നാൽ ചിലർ അപ്രകാരം ഒന്നും കരുതുന്നില്ല. തങ്ങൾക്ക് ലഭിച്ച ഭൗതിക സുഖ സൗകര്യങ്ങൾ, സമയം, കഴിവ് എന്നിവയൊക്കെ ദൈവത്തിൻ്റെ ദാനമാണെന്ന് കരുതുമ്പോൾ അത് അവരുടെ പശ്ചാത്തലത്തിലേക്ക് വഴി നടത്തുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4 ദൈവത്തിൻ്റെ ദയ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് കാണുന്നു. ഒരു വിഭാഗം ആളുകൾ സകല ദൈവിക നന്മയും ആസ്വദിക്കുന്നുവെങ്കിലും അവർക്ക് ലഭിച്ച നന്മയോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നില്ല. അതായത് തങ്ങളുടെ നന്മകളുടെ ഉറവിടം ദൈവമാണെന്ന് അവർ അംഗീകരിക്കുന്നില്ല. അതിനാൽ കർത്താവ് നൽകുന്ന ഈ കാര്യം സർവ്വ ലോകത്തിൻ്റെയും മൊത്തത്തിലുള്ള ഒരു നേർചിത്രമായി കണക്കാക്കാം. ദൈവം നമ്മുടെ ഉത്തമനായ യജമാനാണ്. അതിനാൽ അവിടുന്ന് നമുക്ക് ദാസനായി അനുവദിച്ചു നൽകിയ ജീവിതത്തിൻ്റെ കണക്കുകൾ നാം അവിടുത്തെ മുമ്പാകെ സമർപ്പിക്കേണ്ടതാണ്. എല്ലാ നന്മകളുടെയും ഉറവിടം ദൈവമാണെന്ന് അംഗീകരിക്കുന്നവനാണ് വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ.
തൻ്റെ ദൈവത്തോട് കടംപെട്ടിരിക്കുന്നു എന്നും എല്ലാ ഇടപാടുകളുടെയും കണക്കുകൾ ദൈവമുമ്പാകെ ബോധിപ്പിക്കണം, അല്ലെ ദൈവമുമ്പാകെ സമർപ്പിക്കണമെന്നും അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ട്. അതിനാൽ അദ്ദേഹം തൻ്റെ ജീവിത കണക്കുകൾ സൂക്ഷിക്കുന്ന ഒരു ദാസനായി മാത്രമല്ല, കർത്തൃഹിതത്തിനായി ഒരു സ്വയസമർപ്പിത സേവകനായി തന്നെ ജീവിക്കുന്നു. യേശു മടങ്ങി വരുമ്പോൾ അവിടുത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും ഒരു സമ്പൂർണ്ണ സമർപ്പിത ജീവിതം നയിക്കുകയും ചെയ്ത തൻ്റെ ദാസർക്ക് അത് ഉചിതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുന്നതുമാണ്. ഇത് മാനവ സമൂഹത്തിലെ ഒരു വിഭാഗത്തിൻ്റെ ചിത്രീകരണമാണ്. മറ്റൊരു വിഭാഗത്തെ ദുഷ്ടദാസന്റെ സ്വഭാവ സവിശേഷതകളുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. അതായത് കേവലം പേരിനാൽ മാത്രം ദാസൻ ചമഞ്ഞ് നടക്കുന്ന ഒരുവന്റെ ചിത്രം. അതെ, അയാൾ ഒരിക്കലും യേശുവിനെ തൻ്റെ സ്വന്തം നായകനായി അംഗീകരിച്ചിട്ടില്ലാത്തതിനാൽ അയാളെ ഒരു യഥാർത്ഥ ദാസനായി കണക്കാക്കുവാൻ കഴിയുകയില്ല. അത് അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണല്ലോ. കാരണം കേവലം പേരെങ്കിലും അദ്ദേഹം ഒരു വേലക്കാരൻ്റെ സ്ഥാനം എടുത്തതിനാൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും കണക്കുകൾ സമർപ്പിക്കുവാനും അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ഈ കാര്യത്തിലെ സേവകൻ തൻ്റെ യജമാനൻ സമീപകാലത്തൊന്നും തന്നെ മടങ്ങി വരികയില്ലെന്ന് ഉറപ്പിച്ചിരുന്നു. അതിനാൽ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ദുഷ്ടപ്രവർത്തനം തുടരുവാൻ തീരുമാനിച്ചു. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തു ജനങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പ് തൻ്റെ പുനരാഗമനം അധിക നാൾ നീണ്ടുപോകുമെന്നോ അപ്രകാരം സംഭവിക്കുവാൻ സാധ്യത ഇല്ലെന്നോ കരുതുന്നവരെ ഉദ്ബോധിപ്പിക്കുന്നതിനാണ്. ഈ തരത്തിൽ വെച്ചു പുലർത്തുന്ന അനാശാസ്യ കാഴ്ചപ്പാടുകൾ ആളുകൾ തങ്ങളുടെ വീഴ്ചകളെ, കുറവുകളെ അവഗണിക്കുന്നതിന് വഴിയൊരുക്കും. തങ്ങളുടെ പ്രവൃത്തികൾക്ക് ആരോടും അവർ കടംപെട്ടിരിക്കുന്നില്ലെന്ന് കരുതുന്നതും അപകടകരമാണ്. അത് അവരിലുള്ള പാപ സ്വഭാവത്തെ ഊതിപ്പെരിപ്പിക്കും. പുറമേ നിന്നുള്ള യാതൊരുവിധ നിയന്ത്രണങ്ങളും തങ്ങൾക്കില്ലെന്ന് വരികയാണെങ്കിൽ മനുഷ്യരുടെ പാപ സ്വഭാവങ്ങൾ കടിഞ്ഞാണില്ലാതെ പെരുകി വരും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കണക്ക് ബോധിപ്പിക്കൽ ഒന്നും അടുത്ത കാലത്തെങ്ങും ഉണ്ടാകയില്ലെന്ന് കരുതുവാൻ യാതൊരു സാധ്യതയില്ലാത്തതുമാണ്. ഈ ചിന്താഗതിയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നത്. ദൈവിക ആസ്തിത്വത്തെയും ന്യായവിധിയെയും സംബന്ധിച്ച് ആളുകൾക്കിടയിൽ പലതരം അഭിപ്രായങ്ങളാണ് ഉള്ളത്. അതിലൊന്ന് അവരവരുടെ ഭൗതിക തലത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ വിവിധ കാഴ്ചപ്പാടുകളെ പറ്റി ചർച്ച ചെയ്യുക എന്നതാണ്. പലരും പരിണാമ സിദ്ധാന്തത്തെ പറ്റി പറയും. അതിനൊരു വിചിത്ര തലമുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് പ്രത്യേക മുൻകരുതലുകളൊന്നും ആവശ്യമില്ല. കൂടാതെ സൃഷ്ടാവായ ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തോട് നമുക്ക് ചില കടപ്പാടുകൾ ഉണ്ടെന്നുമുള്ള വസ്തുതകൾ അവഗണിക്കുകയും ചെയ്യാം. മറ്റൊരു കൂട്ടർ ജീവിതത്തിൻ്റെ നാനാവിധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് വളരെയധികം തിരക്കുള്ള ഒരു ജീവിത രീതി പിന്തുടരുന്നു. അവർക്ക് ദൈവത്തെപ്പറ്റി ചിന്തിക്കുന്നതിനുള്ള സമയം പോലും ലഭിക്കുന്നില്ല. ഈ തിരക്കുകളൊക്കെ മോശമാണെന്ന അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഇവയൊക്കെ ക്രമാതീതമായിരുന്നാൽ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ആലോചനയ്ക്കും പരിശോധനകൾക്കും ഒന്നും സമയം ലഭിക്കുകയില്ലെന്ന് മാത്രം. അതിനാൽ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നതിന് അവർ സമയം ചെലവഴിക്കുന്നില്ല. മറ്റൊരു കൂട്ടരാകട്ടെ അവരുടെ ബുദ്ധിയെയും ചിന്താശക്തിയെയും മാറ്റിവെച്ച് വിവിധ ലഹരി വസ്തുക്കൾക്ക് അടിമകളായി കഴിയുന്നു. വിവിധ തരം രാസവസ്തുക്കൾ കൊണ്ട് മനസ്സും ശരീരവും മരവിപ്പിച്ച് എത്രയോ പേർ നമുക്ക് ചുറ്റും ഉണ്ടെന്നുള്ള വസ്തുത ഭയാനകം തന്നെയാണ്. ദൈവത്തിൻ്റെ പൈതലേ, ഈ അവസ്ഥയിൽ തന്നെ തുടരുമ്പോൾ അവരുടെ മനസാക്ഷി ഏതാണ്ട് അപകടസന്ധിയിൽ എത്തിയിരിക്കും. തങ്ങളുടെ മനസ്സിലെ ശൂന്യത നികത്തുന്നതിന് വേണ്ടി ചില ആളുകൾ കണ്ടെത്തുന്ന മാർഗങ്ങൾ നിരവധിയാണ്. അവർ സ്ഥിരമായി സംഗീതം ആസ്വദിക്കുന്നു, ടെലിവിഷൻ കാണുന്നു, പത്രമാസികകൾ വായിക്കുന്നു, സിനിമ കാണുക തുടങ്ങിയവയാണ്. നമ്മുടെ ഈ കാലത്തിലുള്ള അനേകം ആളുകളും ഈ മാർഗങ്ങളെയൊക്കെ തന്നെയാണ് സ്വീകരിച്ചു വരുന്നത്. കാര്യങ്ങളെ അവലോകനം ചെയ്യുന്നതൊക്കെ കാലഹരണപ്പെട്ട കഥയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നതിനുള്ള ഒട്ടനവധി ചെറു ഉപകരണങ്ങൾ ഇന്ന് നമ്മുടെ കൈവശം വന്നു ചേർന്നിരിക്കുന്നു. അതിനാൽ ആളുകൾ ദൈവത്തെയും അവിടുത്തോടുള്ള കടമകളെയും ആസന്നമായ ന്യായവിധിയെപ്പറ്റിയും യാതൊരു കരുതലുമില്ലാതെ കഴിയുന്ന സങ്കടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. ദുഷ്ടദാസൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു ഒരിക്കലും മടങ്ങി വരികയില്ലെന്ന് നിരന്തരം ആവർത്തിച്ച് സ്വയം ഉറപ്പുവരുത്തുകയും
തനിക്ക് ആരോടും യാതൊരു കടമയും കടപ്പാടുമില്ലെന്ന് കരുതുകയും ചെയ്യുന്ന വ്യക്തിയെ പറ്റിയാണ്. അതിനാലാണ് അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം അധർമ്മ മാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നത്. യേശുക്രിസ്തു മടങ്ങി വരുന്ന സമയത്ത് അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടത് എത്രയോ ഭീകരവും സംഘർഷഭരിതവുമായ ഒരു അവസ്ഥയായിരിക്കും. ഈ കഥയുടെ അന്തിമ ഭാഗത്ത് കർത്താവ് വ്യക്തമാക്കുന്ന ഒരു കാര്യം, യജമാനൻ തീർച്ചയായും മടങ്ങി വന്ന് നീതി നടപ്പിലാക്കും എന്നതാണ്. ഒരുക്കമില്ലാതെ കഴിയുന്നവർ അന്ന് അത്ഭുത പരവശരായിത്തീരും. യജമാനന്റെ മുൻപിൽ നിന്നും അവർ ആട്ടിപ്പായിക്കപ്പെടും. അന്ന് അവർ രണ്ടായി ഛേദിക്കപ്പെടും എന്നാണ് കർത്താവ് വ്യക്തമാക്കുന്നത്. ഇതൊരു പഴയ നിയമകാല ശിക്ഷാവിധിയാണ്. ആ ആൾ കപടഭക്തിക്കാരോടൊപ്പം തടവിലാക്കപ്പെടും. കാരണം അയാൾ എന്നും ഒരു കപടഭക്തനായിരുന്നുവല്ലോ. അയാൾ ഒരിക്കലും ഒരു യഥാർത്ഥ ദൈവദാസനായിരുന്നില്ല. കേവലം പേരുകൊണ്ട് മാത്രമാണ് അയാൾ ദൈവദാസനായിരുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ ഒരു നല്ല ദൈവദാസനായിരുന്നില്ല. അത്തരം ആളുകൾ തീർച്ചയായും ന്യായവിധിയിൽ അകപ്പെടും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. വാക്യം 51. ഇതൊരു സംഭ്രമജനകമായ സന്ദേശം തന്നെയാണ്. നാം ഇതൊരിക്കലും അവഗണിക്കുവാൻ പാടുള്ളതല്ല. കാരണം ഇത് യേശുക്രിസ്തുവിൻ്റെ തിരുവചനങ്ങളാണ്. പല്ലുകടിക്കുക എന്നത് കടുത്ത വേദനയുടെയും കടുത്ത വെറുപ്പിൻ്റെയും സൂചനയാണ്. ചിലപ്പോൾ ഇവ രണ്ടിൻ്റെയും പ്രത്യാഘാതവുമാകാം. കാരണം ന്യായവിധിയിൽ അകപ്പെട്ടവർക്ക് അവരോട് തന്നെ വെറുപ്പും വിദ്വേഷവും അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. കാരണം ഇതിനെക്കുറിച്ച് യേശു കർത്താവ് ആവശ്യത്തിനുള്ള മുന്നറിയിപ്പുകൾ കൃത്യസമയത്ത് തന്നെ നൽകിയിരുന്നതാണല്ലോ. ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്ന് ദുഷ്ടദാസനെ കുറിച്ചാണ് സംസാരിച്ചത്. 24:45 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. അതിന് അനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് കർത്താവ് ഇത്രത്തോളം 3-4 പ്രാവശ്യം ആവർത്തിച്ച് മുന്നറിയിപ്പ് തന്നു. എന്നാൽ ഇപ്പോൾ ഹല്ലേലൂയ, ദൈവം തന്ന വചനത്തിലൂടെ ഞാനും നിങ്ങളോട് മുന്നറിയിപ്പ് തരുമ്പോൾ, ഞാനും നിങ്ങളും ഇന്ന് പകൽക്കാലം ന്യായവിധിക്ക് കാരണമായി തീരാതെ നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത് ഒരു ദിവസം എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ തലമുറകളുമായിട്ടുള്ള ബന്ധത്തിൽ, നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ, നമ്മുടെ ചാർച്ചക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വിശ്വസ്തരാണോ ദൈവ പൈതലേ? ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ നിരന്തരം രൂപാന്തരപ്പെട്ട് സമർപ്പിച്ച് ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ കർത്താവ് വന്നാൽ, ഹല്ലേലൂയ, ഞാൻ രൂപാന്തരം പ്രാപിച്ചില്ല, ഞാൻ ദൈവത്തിൻ്റെ മുന്നിൽ എന്നെ കർത്താവിന് ഇഷ്ടമാവണ്ണം ഞാൻ അനുസരണയോട് ജീവിച്ചില്ലെങ്കിൽ നിശ്ചയമായിട്ടും ഹല്ലേലൂയ ഒരു ന്യായവിധിയുണ്ട് എന്ന് വ്യക്തമായി ഇന്ന് നമ്മളെ ദൈവം വ്യക്തമായി ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് ദൈവം നമ്മളോട് ശക്തമായി ഇടപെട്ടു. നമ്മൾ എന്തിനാണ് നമ്മുടെ സമയം കളയുന്നത്? സിനിമാ മാസികകൾ, രാഷ്ട്രീയ ഇടപാടുകളിൽ, ഓരോ കാര്യങ്ങളിലും നമ്മൾ ദിവസം എത്ര നേരമാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുന്നത്? പ്രാർത്ഥനയിലും ധ്യാനത്തിലും വചന വായനയിലും ദൈവവുമായുള്ള ബന്ധത്തിൽ എത്ര സമയം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു? അത് നമ്മളോട് ചോദിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് വ്യക്തമായി നമ്മളോട് ഒന്നുകൂടെ അണ്ടർലൈൻ ചെയ്ത് കർത്താവ് ഇന്ന് ഇടപെട്ടു. ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് നമ്മൾ എത്ര പുറകോട്ട് പോയിരിക്കുന്നു എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുക. ഹല്ലേലൂയ, നമ്മളെല്ലാ മേഖലകളിലും വിശ്വസ്തരാണോ? നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, നമ്മളെ ഒരു കാര്യസ്ഥനെ പോലെ ഏൽപ്പിച്ച മേഖലകളുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ സേവകന്മാരാണെങ്കിൽ ആ സേവകന്മാരായിരിക്കുന്ന മേഖലകളിൽ എത്രത്തോളം നമ്മൾ വിശ്വസ്തരാണെന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകളും മറ്റുള്ളവരെ അസ്വസ്ഥതപ്പെടുത്തിയും അവരുടെ ശുശ്രൂഷാ മേഖലകൾക്കകത്തും നമ്മൾ ഒരു തരത്തിലും ഒരു തടങ്ങൽ പാറയാകാതെ മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്നവരും സമാധാനം കൊടുക്കുന്നവരും ദൈവകൃപയിൽ ആശ്രയിക്കുന്നവരും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് യാത്ര ചെയ്തും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷാ മേഖലകൾ ഉത്തരവാദിത്വത്തോടെ സമയനിഷ്ഠയോടെ കൃത്യനിഷ്ഠയോടെ ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുവാൻ നമ്മളെ ഒന്നുകൂടെ ദൈവം മുന്നറിയിപ്പിന് തന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ദുഷ്ടദാസനായി തീരാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ വിശ്വസ്തദാസനെ, വിശ്വസ്തദാസിയെ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ഒരു ദിവസം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തപ്പെടുമ്പോൾ വിശ്വസ്തദാസനെ, വിശ്വസ്തദാസിയെ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഇന്ന് പകൽക്കാലം ഒന്നുകൂടെ സമർപ്പിക്കാം.
ഞാനിത് ഈ വചനം പറയുമ്പോൾ എന്നെ ഒരിക്കൽ കൂടി എന്നെ ചിന്തിപ്പിക്കുവാൻ ഇടയാക്കി. ഞാൻ വളരെ വേദനയോടാണ് ഈ വചനം പറയുക. കർത്താവെ, ഏതൊക്കെ മേഖലകളിൽ ഞാൻ കർത്താവെ അതെ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നോ അവിടെയൊക്കെയും എന്നെ രൂപാന്തരപ്പെടുത്തണമെന്ന് ഞാനും നിങ്ങളും ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ നമ്മളെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കാം. ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ടൊന്നും പറഞ്ഞില്ല, വചന അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് സംസാരിച്ചതെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് ശക്തമായി ഇടപെടുകയാണ്. നമ്മുടെ സമയം എന്തിന് നമ്മൾ ഉപയോഗിക്കുന്നു? നമ്മുടെ ആരോഗ്യം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഹല്ലേലൂയ! എന്തൊക്കെ കണ്ട് നമ്മുടെ സമയം വേസ്റ്റ് ആക്കുന്നു? ഇന്ന് പകൽക്കാലം നമ്മളോട് വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചോദിച്ചുവെങ്കിൽ നമ്മൾ എവിടെയൊക്കെ ഏതൊക്കെ മേഖലകളിൽ നമ്മളെ വിശ്വസ്തരായി ദൈവം എണ്ണി ആക്കി വെച്ചിരിക്കുന്നോ അവിടെയൊക്കെ നമ്മൾ വിശ്വസ്തരാണോ എന്ന് തന്നെ ഒന്ന് ശോധന ചെയ്യുക. ഇന്ന് പകൽക്കാലം നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളെ അങ്ങ് ശുദ്ധീകരിക്കണമേ. അപ്പാ, ഇന്ന് രാത്രിയിൽ എൻ്റെ അപ്പൻ വന്നാൽ, ഈ നിമിഷം മുതൽ ഏത് സമയത്തും എൻ്റെ കർത്താവ് വന്നാൽ, കർത്താവേ, ഞാൻ നിന്നോട് കൂടെ എടുക്കപ്പെടുവാൻ സഹായിക്കണമെന്ന് നമ്മുടെ ദേഹി ആത്മാവിനെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അതിനായി നമ്മളോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട അനേക വ്യക്തികളുണ്ട്. ഹല്ലേലൂയ! കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതേ സ്നാന ശുശ്രൂഷയുമായിട്ട് അനുബന്ധിച്ച് ഒരു ബ്രദറിന് ദൈവം ഇന്നലെ സ്നാനമേൽക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തോട് ചേരുവാൻ, സ്നാനമേൽക്കുവാനും പുതിയ തീരുമാനമെടുക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. ആ വ്യക്തിയെയും ദൈവം മരണ പര്യന്തം വിശ്വസ്തനായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവ പൈതലിനെയും സഹായിക്കട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ കൂടി പ്രസംഗം കേൾക്കുവാനും അദ്ദേഹത്തിന് ഒത്തിരി മാനസാന്തരത്തിലേക്ക് എത്തുവാനും ഇടയായെന്ന് അറിയുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. രോഗികളെ ദൈവം സൗഖ്യമാക്കി. വിവിധ പ്രതികൂലങ്ങൾ കടന്നവരെ, സാമ്പത്തിക ബാധ്യതകളെ കുറച്ച് സമാധാനം കണ്ടെത്തി എന്നൊക്കെ പറയുവാൻ ഇടയായി. ഇതെല്ലാം ഒരു ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയും ഒന്നുകൊണ്ടാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു മനസ്സോട് ഒരാത്മാവോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വ്യക്തികൾക്ക്, നമ്മളോടൊപ്പം ആയിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഒരുപാട് വിടുതലായി തീരുന്നു എന്ന് കേൾക്കുമ്പോൾ ഞാൻ മാത്രം പ്രാർത്ഥിക്കുന്നതുകൊണ്ടല്ല, നിങ്ങളുടെ പ്രാർത്ഥനയും എന്നോടൊപ്പം ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പിന്നെയും പ്രാർത്ഥിക്കാം. അനേക വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനപ്പുറമായി ഒരിക്കലും നമ്മൾ ദുഷ്ടദാസനെ എന്ന് വിളിക്കാതെ വിശ്വസ്തദാസനെ എന്ന് വിളിപ്പാൻ തക്കവണ്ണം നമ്മളെ ദൈവം സഹായിക്കണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം നമ്മളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധനെ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പിതാവേ. അപ്പാ, ഇത്രത്തോളം വചനം പറയുവാനും പാടുവാനും ഒക്കെ ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. നിൻ്റെ കരുണയുടെ കൃപ, നിൻ്റെ കരുണയും കൃപയും സാന്നിധ്യവും ഞങ്ങളുടെ മേൽ അയക്കണമേ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ കൂടെ ജീവിക്കുന്നതാണ് ഞങ്ങൾക്ക് ആനന്ദം. അങ്ങയെ വിട്ടുപോയാൽ ഞങ്ങൾക്കൊന്നുമില്ല കർത്താവേ. അവിടെ കരച്ചിലും പല്ലുകടിയുമുള്ള ഇടത്തേക്ക് ഞങ്ങൾ പോകുവാനല്ല പിതാവേ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന ഈ ദേശത്തോട് കരുണ തോന്നണമേ. ഈ കർണാടക സംസ്ഥാനത്തിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. അനേകായിരങ്ങൾ, കോടി ജനങ്ങൾ വിടുവിക്കപ്പെടുവാൻ കിടക്കുന്ന കർത്താവേ. ദൈവത്തിൻ്റെ ദാസന്മാരെ എഴുന്നേൽപ്പിക്കണമേ. ശുശ്രൂഷയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കർത്താവേ, വിവിധ ഉൾഗ്രാമങ്ങൾ കർത്താവേ, ദൈവത്തിൻ്റെ സുവിശേഷമായി പോകുവാൻ ദൈവം സഹായിച്ചാട്ട് കർത്താവേ. അവരെ ശക്തിപ്പെടുത്തിയാട്ട്, ബലപ്പെടുത്തിയാട്ട്. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തിയാട്ടപ്പാ. ഹല്ലേലൂയാ, സ്തോത്രം. ഇവിടെയുള്ള ഭരണാധികാരികൾ, മത നേതാക്കന്മാർ, സകല കോളേജ് സ്റ്റുഡൻറ്റുകൾ, സകല യുവ കർത്താവെ നേതാക്കന്മാർ, അപ്പാ സ്തോത്രം, കർത്തൃദാസന്മാർ, വിശ്വാസി സമൂഹം, വിതര മതക്കാർ കർത്താവ് എല്ലാവരും എൻ്റെ യേശുവുമായി ആഴമായ ബന്ധം സ്ഥാപിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ കേരള സംസ്ഥാനത്തിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ച് കർത്താവേ, 2024 തീരുന്നതിന് മുമ്പ് ഉണർവിൻ്റെ കാറ്റ് അയക്കണം. എവിടെ അസ്തമിച്ചു, എവിടെ ഈ ദൈവത്തെ കണ്ടവരെ തൂത്തുമാറ്റും തുടച്ചു നീക്കുമെന്ന് പറയുന്നിടത്ത് ദൈവശക്തിയാൽ അവരെ നല്ല ഗ്രോത്ത് ഉള്ളവരായി തീരുവാൻ തക്കണം. അനേക ജനങ്ങൾ വിടുവിക്കപ്പെടുവാൻ, ആത്മാക്കളുടെ ഒരു വിടുതനായി 2024 ഒരു വിടുതലിൻ്റെ വർഷമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സകല ജനസമൂഹങ്ങൾ വിടുവിക്കപ്പെടട്ടെ കർത്താവേ. ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബാധ്യതയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. കുടുംബജീവിതത്തിൽ തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
വിവിധ രോഗികൾ, കഷ്ടത, പീഡ അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി, വിധവകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനാഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തലമുറ ഉദരഫലത്തെ കർത്താവെ 2 പാത്രമാകുന്നിടം വരെയും കർത്താവ് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ കരുണയും കൃപയും സാന്നിധ്യവും കൊണ്ട് നിറയ്ക്കണമേ കർത്താവെ. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാനും ദൈവനാമ മഹത്വത്തിനുമായും തീരുവാൻ തക്കണം ഒരു കൂട്ടം ജനത്തെ ഉപയോഗിക്കുമ്പോൾ അതിന് വിരുദ്ധമായി പൊങ്ങുന്ന ദൈവജനത്തിനും ദൈവത്തിൻ്റെ മക്കൾക്കും വിരോധമായി എഴുന്നേൽക്കുന്ന സകല ഇരുളിൻ്റെ മണ്ഡലങ്ങളുടെ മേൽ എൻ്റെ യേശു ജയമെടുത്തതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവെ, വിദേശ രാജ്യങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ജനവാസയോഗ്യമുള്ള എല്ലാ രാജ്യങ്ങളെയും നിൻ്റെ കരങ്ങളിൽ, എല്ലാ ഭൂഖണ്ഡങ്ങളെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, ചാർച്ചക്കാർ, ദേശം, രാജ്യം, ലോകരാജ്യങ്ങളെ ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച വിവിധ സങ്കടത്തോടെ അപേക്ഷിച്ച നിൻ്റെ കുഞ്ഞുങ്ങൾ, പരീക്ഷ എഴുതുന്ന മക്കൾ, ജോലിക്കായി ആഗ്രഹിക്കുന്ന മക്കൾ, തലമുറയില്ലാത്ത കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാത്തവർ, വിവാഹത്തിൻ്റെ ഡേറ്റ് തീരുമാനിച്ചിട്ട് സാമ്പത്തികമായി കർത്താവ് മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തിക ഇടപാടുകൾ സ്തോത്രം ശൂന്യമായിരിക്കുന്ന കരങ്ങളെ എല്ലാവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പകൽക്കാലം ഞങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്ത് സ്തുതിച്ച് അങ്ങേ ആരാധിച്ചപ്പോൾ തന്നെ ദൈവിക ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും യൂട്യൂബ് ചാനലിൽ കൂടെ എന്നെ ശ്രവിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളും എനിക്ക് കേൾക്കാനിരിക്കുന്നതിൻ്റെ മക്കളെയും എല്ലാവരെയും ഒരുപോലെ അങ്ങ് അനുഗ്രഹിച്ചാട്ട് അടിയങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലവും നല്ല കൂട്ടായ്മ തന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. പിന്നെയും കർത്താവെ, അടുത്ത ദിവസങ്ങൾ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി കർത്താവെ നിന്നെ സ്തുതിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കുന്ന അവസരങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവെ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് പകൽക്കാലവും ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഡെയിലി പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ പല കാര്യങ്ങൾ അകപ്പെടുമ്പോൾ പല ദിവസവും ചിലപ്പോൾ മുടക്കം വരുന്നുണ്ട്. എന്നാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മെസ്സേജ് ഞാൻ അയക്കുമ്പോൾ വളരെയധികം സമയം ഇതിനായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡെയിലി അയക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഒന്നിട വിട്ടെങ്കിലും നിങ്ങളോട് കൂടെ ചേർന്നിരുന്ന് ദൈവത്തെ ആരാധിപ്പാനും സംസാരിപ്പാനും ഒക്കെ ഇടയാകട്ടെ. അതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക ദയവായി. ഇത് മുടങ്ങാതെ കർത്താവിനെ നമുക്ക് ഹൃദയം നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും നിഷ്കളങ്കതയോടെ വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിപ്പാനും ഇടയാകട്ടെ. അതിനായി എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം സർവ്വവിധമായ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മളെ നിറയ്ക്കുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.